പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് ശങ്കരാചാര്യന്മാർ വിട്ടു നിൽക്കുമെന്ന് വ്യാജ പ്രചരണം എന്നാണ് ഇപ്പോൾ ശൃംഗേരി മഠം പറഞ്ഞിരിക്കുന്നത്. അധാർമികൾ നടത്തുന്ന വ്യാജ പ്രചരണം സജ്ജനങ്ങൾ തിരിച്ചറിയണമെന്നും മഠത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഈ ശൃംഗേരി മഠത്തിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്ത വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് മുകളിലേക്ക് എടുത്തുകൊണ്ട് തന്നെ ചില വ്യാജ പ്രചരണങ്ങൾ സജീവമായിരുന്നു. ഒപ്പം അതിനെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനും ചില ആളുകൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ തച്ചുടയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ശൃംഗേരി വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. രജനി, 22 നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുടെ ശോഭ കെടുത്തുവാൻ വേണ്ടി വലിയ രീതിയിലുള്ള കുപ്രചരണങ്ങളാണ് ഇടത് ജിഹാദി കേന്ദ്രങ്ങളിൽ നിന്നും പ്രചരിക്കുന്നത്. ഈ നവമാധ്യമങ്ങൾ വഴിയും അതേപോലെ തന്നെ ചില മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ഇത്തരം പ്രചരണങ്ങളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരു പ്രചരണമായിരുന്നു ശൃംഗേരി മഠത്തിലെ ശങ്കരാചാര്യന്മാർ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കില്ല, അതൃപ്തിയുണ്ട് തുടങ്ങിയ പ്രചരണങ്ങൾ. അത് കേരളത്തിലെ ചില മുഖ്യധാരാ മാധ്യമങ്ങളും അത് ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ പ്രചരണം നടത്തിയതാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ തന്നെ ഈ മാധ്യമങ്ങളൊക്കെ ഈ ഭാരതീ തീർത്ഥ സ്വാമികളുടെ ചിത്രം വെച്ചുകൊണ്ട് ശൃംഗേരി മഠത്തിൻ്റെ പ്രസ്താവന എന്ന നിലയിൽ വലിയ രീതിയിൽ അത്തരം പ്രചരണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ആ പ്രചരണങ്ങളൊക്കെ തന്നെ വ്യാജമാണ് എന്നുള്ള കാര്യമാണ് ശൃംഗേരി മഠം വ്യക്തമാക്കുന്നത്. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ശൃംഗേരി മഠം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ശൃംഗേരി മഠത്തിൻ്റെ CEO ആണ് ആ പ്രസ്താവന അതിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നത് ചില ഗൂഢാലോചനയുടെ ഫലമാണ്. അധാർമിക ശക്തികളാണ് ഇത്തരം ഗൂഢാലോചന നടത്തുന്നത്. അത് വിശ്വാസി സമൂഹം തിരിച്ചറിയണമെന്നുള്ളതാണ് ഈ ശൃംഗേരി മഠം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ നടന്ന ദീപാവലി ചടങ്ങിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ഈ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ രാമതാരാവലി മന്ത്രം ജപിക്കണമെന്ന് വിശ്വാസി സമൂഹത്തോട് ആഹ്വാനം ചെയ്തവരാണ് ശൃംഗേരി മഠം. ശൃംഗേരി മഠം ഇത്തരമൊരു ചടങ്ങുകൾ കഴിഞ്ഞ ഏതാണ്ട് 500 വർഷത്തിൻ്റെ കാത്തിരിപ്പാണ്. അത്തരം ആ ഒരു കാത്തിരിപ്പിൻ്റെ ഫലം അത് സാഫല്യമാകുന്ന ഈ ഒരു നിമിഷത്തിൽ അങ്ങനെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് ഗൂഢലക്ഷ്യത്തോടെയാണ്. അതിൽ വ്യക്തമായ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിലൊന്നും വിശ്വാസി സമൂഹം വീഴരുത് എന്നുള്ള കാര്യമാണ് പ്രധാനമായും ശൃംഗേരി മഠം വ്യക്തമാക്കുന്നത്. ഞാൻ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ദിവസം മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്നാൽ അതിനെല്ലാം തന്നെ പൊളിച്ചെഴുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെയെല്ലാം തള്ളിക്കളയുന്ന രീതിയിൽ ഇപ്പോൾ ശൃംഗേരി മഠം കൃത്യമായി തന്നെ അവരുടെ പ്രസ്താവന നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുന്നു. മാത്രമല്ല ശങ്കരാചാര്യ സ്വാമികൾ അദ്ദേഹം ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ശൃംഗേരി മഠം വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രജനി, രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് ശങ്കരാചാര്യന്മാർ വിട്ടുനിൽക്കുമെന്നത് വ്യാജ പ്രചരണമെന്നാണ് ഇപ്പോൾ ശൃംഗേരി മഠം പറഞ്ഞിരിക്കുന്നത്. അധാർമികൾ നടത്തുന്ന വ്യാജ പ്രചരണം സജ്ജനങ്ങൾ തിരിച്ചറിയണമെന്നും മഠത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.